ഗായ്സ് അപ്പം ഹലോ ഗായ്സ് അപ്പം നമ്മുടെ ഫിഷ് ഫുഡ് നമ്മൾ അടിപൊളിയാക്കിയിട്ട് ഇതൊരു ടിന്നിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അമ്മേ ഇത് കിലുക്കി കഴിഞ്ഞാൽ അവന്മാർ ഓടി വരും. അതാ പറഞ്ഞില്ലേ എഴുമ്പത്തേ ഓടി വരുന്നുണ്ട്. കിളിക്കുന്ന വെച്ച് കേട്ട് കഴിഞ്ഞാൽ അവന്മാർ ഓടി വരും കേട്ടോ. അപ്പം നമ്മൾ പുതിയ ഫിഷ് ഫുഡ് നമ്മളിത് മാറ്റി ബെർണലിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ആ കവർ നല്ല കവറായിരുന്നു കേട്ടോ, എയറൊന്നും കയറില്ലായിരുന്നു. അപ്പോൾ എയർ കയറി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം തണുത്ത് പോകും, പിന്നെ പൂപ്പൽ പിടിക്കും, പിന്നെ പ്രാണികൾ തിന്നും. അതൊന്നും നമ്മുടെ മീനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചത്തൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫിഷ് ഫുഡ് അവരുടെ ഫുഡ് നമ്മൾ അതേപോലെ നമ്മൾ കെയർ ചെയ്യണം, മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് വീട്ടിൽ മീനുണ്ടോ? നമുക്ക് ഗപ്പിയുണ്ട്, പിന്നെ കടയിൽ നിന്ന് വാങ്ങിയ മീനൊന്നും ഇവിടെ വാഴില്ല. അതുകൊണ്ട് നമ്മൾ പുഴയിൽ പോകുമ്പോൾ മീൻ പിടിക്കും കേട്ടോ. അപ്പോൾ പുഴമീൻ കുളത്തിലുണ്ട്, അക്വേറിയത്തിലുണ്ടായിരുന്നതൊക്കെ ചത്തുപോയി. ഇപ്പോൾ ആകെ 2 മീനേ ഉള്ളൂ. ഇനി പുഴയിൽ പോകുമ്പോൾ നമുക്ക് പുതിയ മീനെ പിടിക്കണം. മറ്റേ അക്വേറിയത്തിൽ കുറേ ഗപ്പികളുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി മേമീൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് കുഞ്ഞി കൊഞ്ചിനെ കണ്ടോണം. ഞങ്ങളാണ് ബ്ലാക്കും ഓറഞ്ചും യെല്ലോ ഒക്കെ കളറുള്ള, ബ്ലൂ കളറുള്ളൊക്കെ കൊഞ്ചുണ്ട്. അപ്പം നമുക്ക് പോകുമ്പോൾ ഇനി നമുക്ക് ആ കൊഞ്ചിനെ എന്തായാലും വാങ്ങണം. ജോഡിക്ക് 30 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പോകുമ്പോൾ ഒരു ബൗളും പിന്നെ കൊഞ്ചിനെ നമുക്ക് എന്തായാലും വാങ്ങണം. ഞാൻ വാങ്ങണം അന്ന് പോയപ്പോൾ അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് എന്തായാലും പോകുമ്പോൾ വ്ളോഗൊക്കെ ചെയ്യാമെന്ന് ഓർത്തിട്ടാണേ. അപ്പോൾ നമ്മൾ മോസ്റ്റായിട്ട് നമ്മുടെ ഫിഷ് ഫുഡ് നമ്മൾ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തുനിന്നാണ് അവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, എൻ്റെ പുതിയ നെയിൽ പോളിഷിൻ്റെ കളർ നോക്ക്. ഇതെനിക്ക് ശരിക്കും ഈ ഫിഷ് ഫുഡിൻ്റെ കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. റോസും പച്ചയും കൂടി മിക്സ്ഡ് ആണ്. അവരുടെ ഫുഡും അതേ റോസും പച്ചയും കൂടി മിക്സ്ഡ് ആണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വീഡിയോയിൽ കാണാം.